18-കാരിയായ മകളുടെ അപകടമരണത്തിൽ ദുരൂഹതയുണ്ടെന്നും കൊലപാതകമാണെന്ന് സംശയിക്കുന്നതായും ആരോപിച്ച് പെൺകുട്ടിയുടെ അമ്മ രംഗത്ത് വന്നു. പുനലൂർ വട്ടപ്പട പ്ലാവിള വീട്ടിൽ സുലേഖയാണ് പരാതിക്കാരി. ഇവരുടെ മകൾ പവിത്ര എസ് രാജേഷിന് പിതൃ സഹോദരിയുടെ മകനുമായി ബൈക്കിൽ പോകുന്നതിനിടെ ഉറുകുന്ന് പള്ളിക്ക് സമീപത്ത് വെച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. 2025 ജൂൺ 18 പുലർച്ചെ 4-നായിരുന്നു അപകടം. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പെൺകുട്ടി 7-ാം ദിവസം 25-ന് മരിച്ചു. ഈ സമയം സുലേഖ നാട്ടിലുണ്ടായിരുന്നില്ല. അച്ഛന്റെ സഹോദരിയുടെ വീട്ടിലാണെന്നാണ് പവിത്ര അച്ഛൻ രാജേഷിനോട് പറഞ്ഞത്. എന്നാൽ പെൺകുട്ടിയെ രാത്രി പുറത്തു കൊണ്ടുപോയതിൽ മറ്റുള്ളവരുടെ ഇടപെടൽ നടന്നിട്ടുണ്ടെന്നും ഇത് അന്വേഷിക്കണമെന്നുമാണ് സുലേഖയുടെ ആവശ്യം. തെന്മല പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്നും കേസ് ക്രൈംബ്രാഞ്ചിന് വിടണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും സ്വകാര്യ അന്യായത്തിലൂടെ കോടതിയിലും പരാതി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പരാതി കൊടുത്തത് ഇത് തിരിച്ച് പിന്നെ പറഞ്ഞ ഇതില് വീണ്ടും തെമ്മൽ സ്റ്റേഷനിലാണ് ആ കേസ് വരുന്നത്. എന്നുവെച്ചാൽ അവിടാണ് ഇതിന് സംഭവം. അതുകൊണ്ട് അവര് അന്നേരം ഞാൻ പറഞ്ഞത് അത് പറ്റത്തില്ല. അന്നേരം കൊല്ലൂര് ASI ഉണ്ടല്ലോ, അവർക്ക് കൊടുത്ത് അവര് അന്വേഷിക്കാന്ന് പറഞ്ഞതല്ലാതെ അതിനെപ്പറ്റി ഒരു കാര്യങ്ങളും അവർ ഈ നിമിഷം വരെ അവർ തിരക്കിയിട്ടില്ല. അത് കഴിഞ്ഞാണ് ഞാൻ ഗതികെട്ട് പിന്നെ ഞാൻ ഈ ഹൈക്കോടതിയിൽ ഞാൻ ഇല്ലാത്ത പൈസ ഞാൻ ഉണ്ടാക്കി ഞാൻ ഹൈക്കോടതിക്ക് ഞാൻ കേസ് കൊടുത്തത്. ഇപ്പോഴാ കേസ് നടക്കുന്നുണ്ടെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നല്ല സാറ് നല്ലതാണ്, അതുകൊണ്ട് അത് നല്ല രീതി നടക്കുന്നുണ്ട് എന്ന് പറയാം. പക്ഷെ എന്നാലും നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയണം. എന്ന് വെച്ചാൽ എന്റെ കുഞ്ഞിന് സംഭവിച്ചാൽ നാളെ ഒരു സമയത്ത് വേറൊരു കുഞ്ഞിന് സംഭവിക്കരുത്. എനിക്കതല്ല. എന്തായാലും ഞാൻ ഇവിടുന്ന് ഈ വീടും പരിസരം കാണുമ്പോഴാണ് വെച്ചാൽ ഞാൻ ഇവിടുന്ന് കഷ്ടപ്പെടാൻ എന്റെ മക്കളെ രക്ഷപ്പെടുത്താനും എനിക്ക് നല്ലൊരു വീട് വെക്കാനും എന്റെ കുഞ്ഞുങ്ങളെ പഠിത്തത്തിനും രക്ഷപ്പെടാനും വേണ്ടിയാണ് ഞാൻ വല്ല രാജ്യത്തും ഞാൻ പോയി കഷ്ടപ്പെടാൻ പോയത്. ഇവിടെ വന്നപ്പോ ഇങ്ങനെ ഒരു സംഭവം. നാട്ടിലിപ്പോ ഞാൻ അവിടെ നിൽക്കാൻ പറ്റാതെ ഞാൻ ഇവിടെ വന്ന് ഇങ്ങനൊരു സംഭവം. പക്ഷെ നമ്മള് സ്റ്റേഷനിൽ ചെന്ന് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ പോലീസുകാർ നമ്മളെ വെറും എന്താ പറയുന്നത് പെമ്പിള്ളാരെ മര്യാദ രീതി വളർത്തണം അങ്ങനെയുള്ള രീതി ചെയ്യാം. ആ ഒരു രീതിയിലാണ് നമ്മളോട് സംസാരിച്ചിട്ടുള്ളത് കൂടുതലും. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുഞ്ഞ് മരിച്ചെന്നുള്ള ഒരു ഇതിൽ അവരൊരു സഹതാപത്വം അല്ലെങ്കിൽ ആ ഒരു രീതിയിലല്ല അവർ നമ്മളോട് പെരുമാറിയിട്ടുള്ളത്. അവര് എന്താ പറയുന്ന ഒരുമാതിരി അതെന്ന് വെച്ചാൽ നമ്മൾ ഈ പണമില്ലാഞ്ഞിട്ടായിരിക്കാം ആ ഒരു രീതി നമ്മുടെ അടുത്ത് ഒരു ഷൗട്ട് ചെയ്യുന്ന രീതി നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത്. പക്ഷെ ആരെങ്കിലും എന്താ പറഞ്ഞാൽ എനിക്ക് സത്യം അറിയണം. എന്റെ കുഞ്ഞിന് എന്ത് സംഭവിച്ചു? അതൊരു ആക്സിഡന്റ് അല്ല. അതെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് അതെന്ന് വെച്ചാൽ ആരെ ഇതിന് കാരണക്കാരെന്ന് പറഞ്ഞാൽ അവര് ഇതിന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതിനുള്ള ശിക്ഷ അവർക്ക് മേടിച്ചു കൊടുക്കണം. ആ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ അതും ക്രൈംബ്രാഞ്ചും അന്വേഷിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എങ്കിൽ മാത്രമേ ഇത് തെളിയത്തുള്ളൂ. എങ്ങനെയെങ്കിലും ഇത് തെളിയണം. ഞാൻ നാട്ടിൽ വരുമ്പോ കൊച്ചി മെഡിക്കൽ കോളേജിലാണ്. അപ്പൊ അവിടെ വെച്ച് മെഡിക്കൽ കോളേജ് അവൾക്ക് ചെറിയായിട്ടൊരു ബോധം വന്നപ്പം അവളെ അപ്പച്ചിയുടെ മോനോടും എല്ലാവരോടും പറഞ്ഞ് അവളെ അടിച്ചതാന്ന് അവള് പറയുന്നുണ്ട്. പക്ഷെ ആ കാര്യത്തെപ്പറ്റി നമ്മളിവിടെ തെന്മല സ്റ്റേഷനിൽ അതിനെപ്പറ്റി സംസാരിച്ചപ്പോഴും അവരതെല്ലാം നിസ്സാരമായിട്ട് കാണുകയാണ് ചെയ്തത്. ഞാൻ ഈ കേസിന്റെ അന്ന് അത് കഴിഞ്ഞിട്ട് 24-ാം തീയതി രാത്രി വൈകിട്ട് കുഞ്ഞ് മരിക്കുക. തലയ്ക്ക് നല്ല രീതിയിലുള്ള പരിക്കുണ്ടായിരുന്നു. സാധാരണ ഒരു വണ്ടിയിൽ നിന്ന് വീഴുമ്പോൾ ഉള്ള ഒരു പരിക്ക് നമുക്കത് കാണുമ്പോൾ അറിയാം. ആ ഒരു വണ്ടിക്കൊരു പ്രശ്നം കാണും. ഇത് ഒരു ബൈക്ക് എന്ന് പറഞ്ഞാൽ ബൈക്കിൽ കൊണ്ടുവിട്ടെന്ന് പറഞ്ഞാൽ ആ ബൈക്കിന് ഒരു വിഷയങ്ങളും ഇല്ല. മെഡിക്കൽ കോളേജ് എന്റെ കൊച്ചി കിടന്നപ്പോൾ എന്റെ കൊച്ചിന് ചെറിയ ബോധം വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞതാ. ചെറിയ ബോധം വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞതാ. എൻ്റെ അടുത്ത് മാത്രമല്ല, എൻ്റെ പെങ്ങളുടെ മോനും മോൻ്റെ പെണ്ണും നിൽക്കുമ്പോഴാണ് പറയുന്നത്. വണ്ടി ആക്സിഡന്റ് വണ്ടി പറഞ്ഞാന്ന് പറഞ്ഞില്ല, എന്നെ അടിച്ചെന്ന് 3 വട്ടം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഈ പറഞ്ഞ ശ്രീനാഥ് എന്ന് പറഞ്ഞ ഇവനറിയാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.